മനോഭാരത്താൽ വലഞ്ഞു, മനോവേദനയാൽ നിറഞ്ഞു, മനം ഉരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനം ഉരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. ഈ കുറ്റം പറയല്ലെങ്കിൽ തന്നെയും കടന്നു വന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എത്ര പേര് നമ്മൾ കടന്നു വന്നു. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ ആമേൻ ദൈവസന്നിധിയിൽ ഒക്കെ ആൾ കുറവാണ് കേട്ടോ, ജനം കുറവാണ്. ആമേൻ. ആ ദൈവത്തെ ആരാധിക്കുവാൻ ഒട്ടും താല്പര്യമില്ലാത്ത ലോകത്തിൻ്റെ നടുവിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരുടെയും ജീവിതത്തിൽ ആമേൻ മാനുഷികമായുള്ളത് മതി, മനുഷ്യനെ മതി. മനുഷ്യന് ദൈവത്തെ വേണ്ട. പലരും കരുതുന്നത് ആമേൻ ദൈവസന്നിധിയിൽ പോയിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് എന്ത് കിട്ടും. നേരെ മറിച്ച് മനുഷ്യനെ അനുഗമിച്ചാൽ, സ്തോത്രം, മനുഷ്യനെ അനുഗമിച്ചാൽ ആമേൻ മാനുഷികമായുള്ളത് പരിഗണനകളിൽ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്നാകുന്നു മനുഷ്യർ കരുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആയതുകൊണ്ട് ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് എല്ലാവരും ഇന്ന് മുഖ്യ പേര് വന്ന് കടന്നു വന്നിട്ട് ഒട്ടനവധി പേര് കടന്നു വന്നില്ല. മുഴുവൻ ഏകദേശം പേര് കടന്നു വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ, മഴയുടെ പ്രതികൂലങ്ങൾ, ചെറിയ എന്തെങ്കിലും പനിയോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവത്തെ അങ്ങ് മാറ്റി വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ എല്ലാറ്റിൻ്റെയും നടുവിൽ, എല്ലാ ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ആമേൻ ദൈവത്തെ അന്വേഷിച്ച് കടന്നു വന്നവരെ ഓർത്ത്, ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ കടന്നു വന്നവരെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം പറയുന്നു. അതോടുകൂടി എൻ്റെ സ്നേഹത്തരത്തെ നിങ്ങളോട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഇന്ന് മനുഷ്യന് ദൈവം വേണ്ട, മനുഷ്യൻ മതി. ദൈവികമായത് വേണ്ട, മനുഷ്യൻ മതി, മനുഷ്യർ മതി. ഹല്ലേലൂയ. എന്നാൽ ആമേൻ മാനവ ജീവിതത്തിൽ ഹല്ലേലൂയ മാനുഷികമായിട്ടുള്ളതൊക്കെയും ഹല്ലേലൂയ കൈവിടപ്പെടുന്ന ഒരു സമയം വരും. മനുഷ്യൻ്റെ കൈത്താങ്ങലുകൾ, മനുഷ്യൻ്റെ ആശ്വാസവാക്കുകൾ, മനുഷ്യൻ്റെ സമ്പർക്കമായ ജീവിതാനുഭവങ്ങൾ ഒരു പരിധിവരെ ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ പര്യവസാനം മനുഷ്യനും സ്തോത്രം, മനുഷ്യനെ കൈവിടും. സഹോദരൻ സഹോദരനെ കൈവിടുന്ന സമയത്താണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. ആമേൻ. നമ്മൾ കൈവിടപ്പെടുമ്പോൾ, നമ്മൾ ലോകത്തിൽ സുഖകാലത്തിൽ, ആരോഗ്യമുള്ള കാലത്തിൽ നമ്മൾ ലോകപ്രകാരം ജീവിക്കും. ലോകത്തിലുള്ള സ്നേഹിതന്മാർ കാണും, ചാർച്ചക്കാർ കാണും, ആമേൻ, ബന്ധുപുത്രാദികൾ കാണും, അപ്പനും അമ്മയും കാണും. ആമേൻ. മനുഷ്യർ ഒത്തിരി പേര് കാണും. ഹല്ലേലൂയ. പലരും നമ്മോട് കൂടി കാണും. നമ്മുടെ ആയുഷ്കാലത്തിൽ, നമ്മുടെ ജീവകാലത്തിൽ, ഹല്ലേലൂയ, ജീവനുള്ളപ്പോൾ നമ്മളോട് കൂടെ എല്ലാവരും കാണും, അല്ലേ? സ്തോത്രം. ജീവനുള്ളപ്പോൾ, ആയുസ്സോടെ, ആരോഗ്യത്തോടുകൂടെ, നമ്മൾ നന്മയുള്ളപ്പോൾ, നല്ല ആയുസ്സിൽ ആരോഗ്യമുള്ളപ്പോൾ എല്ലാവരും നമ്മോട് കൂടെ കാണും. എന്നാൽ ഹല്ലേലൂയ, നമ്മളുടെ
ജീവകാലത്ത് ആയുസ്സിന് ദോഷം ഭവിച്ച് നമ്മളൽപ്പം ബലഹീനമായി തീർന്നാൽ നമ്മളോടുകൂടെ ആരും കാണത്തില്ല. ആമേൻ. ആമേൻ. നല്ല കാലത്തിൽ നമ്മൾ നല്ല കാലത്തിൽ നമ്മുടെ സുഖകാലത്തിൽ ഹല്ലേലൂയ സുഖകാലത്തിൽ നമ്മോട് കൂടെ നടന്നവർ, നമ്മുടെ തോളിൽ കൈവിട്ടവർ, സുഖകാലത്തിൽ ആമേൻ ആമേൻ ജീവകാലത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ തോളിൽ നമുക്ക് കൈയിടാം. അവർ സ്വീകരിക്കും. അവർ നമ്മുടെ തോളിൽ കൈയിടും. ഹല്ലേലൂയ. അവർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തോളിൽ അവർ കൈയിടും. നമ്മുടെ കരങ്ങളിൽ അവർ പിടിക്കും. നമ്മുടെ ജീവനുള്ളതുകൊണ്ടാണ്, നമ്മൾ ആരോഗ്യമുള്ളതുകൊണ്ട്, ആയുസ് ഉള്ളതുകൊണ്ടാണ്, നന്മയുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ നമ്മൾ കുറച്ച് ക്ഷീണിച്ചോ ഭാരപ്പെട്ടോ രോഗിയായോ ഒക്കെ തീരുമ്പോൾ, ബലഹീനരായി ഒക്കെ തീരുമ്പോൾ ഈ ബന്ധങ്ങളെല്ലാം കൈവിടും. ഹല്ലേലൂയ. ഈ ബന്ധങ്ങളെല്ലാം കൈവിടും. ജീവകാലത്ത്, ചുരുക്കി പറഞ്ഞാൽ ജീവകാലത്ത് ആമേൻ ആമേൻ ഹല്ലേലൂയ നമ്മളെ ആമേൻ നമ്മളോട് കൂടെ ഇരിക്കും. നമ്മുടെ കഷ്ടകാലത്ത് നമ്മളെ പലരും കൈവിടും, അനേകർ കൈവിടും, ലോകമൊക്കെയും കൈവിടും. അത് ലോക സഹജമാണ്. എന്നാൽ നമ്മളിവിടെ 53-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ കൈവിടപ്പെട്ടവരാണ് മാനുഷികമായി ലൗകികമായി തങ്ങളുടെ ജീവകാലത്ത് കൈവിടപ്പെട്ടവരാണ് പിന്നെ അവർ ദൈവത്തെ അന്വേഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 53-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്ന അതിൻ്റെ 2-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യർ മുഴുവനും മാനുഷികമായി നടക്കുകയാണ്. നമുക്ക് മാനുഷികമായുള്ള ആവശ്യങ്ങൾ പരിഹരിക്കണമെങ്കിൽ മാനുഷികമായി നടക്കണം, മാനുഷികമായി കൂട്ടുകെട്ടണം, മനുഷ്യരോടുകൂടെ സമ്പർക്കം പുലർത്തണം. അതിനുവേണ്ടി മനുഷ്യൻ ബന്ധപ്പെടുകയാണ്, ദൈവത്തെ പുറകെ എറിഞ്ഞിട്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കഷ്ടമേൻ മാനുഷികം എന്നാൽ നല്ല കാലത്ത് ജീവകാലത്തിൽ നല്ല നഷ്ടം വരുമ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. ഇവിടെ ദൈവവചനം പറയുന്നത് 53-ാമത്തെ സങ്കീർത്തനം നമ്മളിന്ന് വായിപ്പാനിടയെ 53-ന്റെ 2-ാമത്തെ വചനം: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നുണ്ട്. ആമേൻ. നമ്മൾ മാനുഷികമായി ലോകം നടക്കുമ്പോൾ ദൈവത്തെ എത്ര പേര് നോക്കുന്നുണ്ട്? ദൈവമായിട്ട് എത്ര പേര് അവൻ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവിക വിടുതലുകൾ, ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കി വെച്ച് പ്രാപിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവത്തെ എത്ര പേര് ആശ്രയിക്കുന്നുണ്ട് എന്ന് ദൈവം അന്വേഷിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കിയപ്പോൾ മനുഷ്യപുത്രന്മാരൊക്കെ കൊള്ളരുതാത്തവരുടെ വഴികളിൽ നടക്കുന്നു എന്നാകുന്നു ദൈവവചനം കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ആമേൻ ആമേൻ ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് നമ്മുടെ സുഖകാലത്തിൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ നമ്മുടെ ദുഃഖകാലത്ത് അവൻ നമ്മളെ താങ്ങിക്കൊള്ളും. നമ്മളെ രോഗത്തിൽ, ഭാരത്തിൽ, ദീനത്തിൽ, ഞെരുക്കത്തിൽ, ബുദ്ധിമുട്ടുകൾ ഏറുന്ന സമയത്ത് അവൻ നമ്മളെ താങ്ങിക്കൊള്ളും. നേരെ മറിച്ച് നമ്മൾ സുഖകാലത്തിൽ നമ്മൾ മാനുഷികമായി നടന്നിട്ട് പിന്നെ ദുഃഖകാലത്തിൽ ദൈവത്തെ വിളിക്കാൻ പോയാൽ ചിലപ്പോൾ ദൈവം വിളി കേൾക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മുടെ ആമേൻ മുൻകാലത്തുള്ള ചില പ്രസംഗിമാർ പറഞ്ഞതുപോലെ സുഖകാലത്ത് ഈ കറുത്ത വൈകിട്ട ഈ വേദപുസ്തകം ചുമന്നാൽ ആമേൻ നമ്മുടെ കഷ്ടകാലത്തിൽ ആമേൻ ഈ കറുത്ത വൈകിട്ട ദൈവോചാമേൻ വേദപുസ്തകം നമ്മളെ ചുമക്കും. ഹല്ലേലൂയ. നമ്മൾ ആമേൻ ആയതുകൊണ്ട് ദൈവത്തോടു കൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പകൽക്കാലത്തിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നമ്മൾ ഇപ്രകാരമൊക്കെ ചിന്തിച്ചു വരികയാണ് അല്ലേ? ആമേൻ. ഇന്നത്തെ പകൽക്കാലത്തിലെ ചിന്താവിഷയം എന്ന് പറയുന്നത് ചാവാറായ ശേഷിപ്പ്. ഹല്ലേലൂയ. ചാവാറായ ശേഷിപ്പ്. എത്ര പേര് സന്തോഷമുണ്ട് ഈ കേട്ടപ്പോൾ? ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്കിത് ഒട്ടും ദഹിക്കുന്ന കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്.
നല്ലൊരു കാര്യമല്ല. അനുഗ്രഹത്തിൻ്റെയോ വിടുതലുകളെയോ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. അല്ലെങ്കിൽ നന്മകളുടെയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സന്തോഷം ഉണ്ടാകാം. പക്ഷേ ആമേൻ, ഇന്ന് ദൈവാത്മാവ് പറയുന്നത് ചാവാറായ ശേഷിപ്പെന്നാണ് ചിന്താവിഷയം. ആമേൻ, വെളിപ്പാട് പുസ്തകം ഹല്ലേലൂയ ആമേൻ 3-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, കർത്താവിന്റെ ഒന്ന് വായിച്ചാലും. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ആരാണ് സംസാരിക്കുന്നത്? നമ്മുടെ കർത്താവ് നമ്മളോട് നമ്മുടെ കർത്താവായ യേശു നമ്മളോട് സംസാരിക്കുകയാണ് പകൽക്കാലത്തിൽ. ഹല്ലേലൂയ. അവിടെ വെളിപ്പാട് പുസ്തകത്തിലൂടെ കർത്താവ് പറയുന്നത് ഇപ്രകാരമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ജീവനുണ്ട് എന്ന്, നിനക്ക് പേരുണ്ടെങ്കിലും ജീവനുണ്ട്. ഹല്ലേലൂയ. ജീവനുണ്ട് എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. നീ മരിച്ചവനാകുന്നു. ഹല്ലേലൂയ. നീ മരിച്ചവനാകുന്നു. ആമേൻ. പിന്നെ പറയുകയാണ്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിപ്പാൻ ഓർക്കാം. 3 കാര്യങ്ങളെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാരംഭത്തിൽ പറയുന്നത്, നിനക്ക് ജീവനുണ്ടെന്ന്, നിനക്ക് പേരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അനേകര് ജീവനുള്ളവരുടെ ദേശത്താണ്. ഹല്ലേലൂയ. ജീവനുള്ളവരുടെ ദേശത്താണ്. ഭക്തൻ പറയുന്നു, ദൈവത്തോടു കൂടെ നടക്കുന്നവൻ പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് നിന്റെ നന്മയെ കാണും, നിന്റെ രക്ഷയെ കാണും, നിന്റെ വിടുതലുകളെ കാണും, നിന്നെ ഞാൻ ആരാധിക്കും ജീവനുള്ളവരുടെ ദേശത്ത്. ഹല്ലേലൂയ. ആമേനയുടെ വെളിപ്പാടിൽ പറയുന്നു, ആമേൻ, ദൈവവചനം പറയുന്നു, നീ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്. എങ്കിലും നീ മരിച്ചവനാകുന്നു, മരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. മരിച്ചവനാകുന്നു. എങ്ങനെ മരിച്ചു? പാപസംബന്ധമായി മരിച്ചു. ആമേൻ. ലോകം പാപസംബന്ധമായി മരിച്ചിരിക്കുകയാണ്. മാനവരാശി പാപസംബന്ധമായി മരിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ കുറിച്ച് പറയുമ്പോൾ ആമേൻ, നമ്മൾ പാപസംബന്ധമായി മരിച്ചവരാകുന്ന നാം പാപമോചനം പ്രാപിച്ച് പിന്നെയും നീതിമാന്മാരായ ദൈവമക്കളാണ്, നീതീകരിക്കപ്പെട്ട ദൈവമക്കളാണ്. പാപസംബന്ധമായി നമ്മളൊക്കെയും ഭൂതലത്തിൽ പാർക്കുന്ന മുഴുവൻ പേരും പാപസംബന്ധമായി മരിച്ചവരാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് ലോകത്തിൽ നിന്ന് പാപികളെ രക്ഷിപ്പാൻ വേണ്ടി, പാപമോചനം നൽകി രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിൽ അവതരിപ്പാനിടയായി തീർന്നത്. ആ കർത്താവ് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ജീവനുണ്ട് ഉള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ആമേൻ. മരിച്ചു എന്ന് പറയുന്നു എങ്കിലും ആമേൻ, ജഡ സംബന്ധിച്ച് മരിച്ചിട്ടില്ല, ആത്മാവ് സംബന്ധിച്ച് മരിച്ച് ചാവാറായിരിക്കുകയാണ് കേട്ടോ. ചാവാറായ ശേഷിപ്പുകളായി തീർന്നിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത് പറഞ്ഞു, ആദ്യം പറഞ്ഞു, ജീവനുള്ളവൻ നിനക്ക് പേരുണ്ട്, ജീവനുണ്ട്, പക്ഷെ മരിച്ചിരിക്കുകയാണ്. മരിച്ചിരിക്കുന്നവരെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെ എവിടെ കൊണ്ടുപോകും? മരിച്ചവരെവിടെ എവിടെ കൊണ്ടുപോകും? ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പം ശ്മശാനത്തിൻ്റെ കരയിലിരിക്കുകയാണ്. ഹല്ലേലൂയ. ചാവാറായിരിക്കുകയാണ്. ഹല്ലേലൂയ. ചാവാറായിരിക്കുകയാണ്. ആമേൻ. ചത്തു കഴിഞ്ഞാൽ മാത്രമേ കുഴിയിൽ ഇറക്കത്തുള്ളൂ, ചാവാതെ ആരെയും ഇറക്കത്തില്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചത്തു കഴിഞ്ഞാൽ മാത്രമേ, മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അകത്തിറക്കത്തുള്ളൂ. അല്ലാതെ എല്ലാം ആമേൻ പുറത്തു വെച്ച് ആരെയും ജീവൻ പോകാതെ ആമേൻ കുഴിയിൽ അടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നാൽ ജീവനുണ്ട് എന്ന് നിങ്ങൾ പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ കഥ പറയുന്നത് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിപ്പാൻ ഓർക്ക. ആമേൻ. മരിച്ചവർ എപ്രകാരമാണ് ലോകസംബന്ധമായി പാപസംബന്ധമായി മരിച്ചവർ. ഹല്ലേലൂയ. മരിച്ചവരുടെ മേല് ദൈവമേൻ മരിച്ചവരെ ഉയമേൻ ഹല്ലേലൂയ ഉയർത്തുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിപ്പാൻ ഓർക്ക. ആമേൻ. ഏതിനാൽ ശക്തീകരിക്കപ്പെടും? ഏതിനാൽ ശക്തി പകരും? ആമേൻ. ദൈവത്തിൻ്റെ ശക്തി, ആത്മശക്തിയെ പകരുവാൻ വേണ്ടി വീണ്ടും ആമേൻ ആമേൻ മരിച്ചവനെ ഉയർപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാലല്ലാതെ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിലാലാകുന്നു ആമേൻ പിന്നെയും ഒരു ആത്മാവിനെ, ഒരു വ്യക്തിയെ ഉയർത്തി ജീവിപ്പിക്കുന്നത്. ആമേൻ. ഏതെങ്കിലും തരത്തിൽ ഹല്ലേലൂയ ആമേൻ ആമേൻ ഹല്ലേലൂയ ജീവനുള്ളവർ മനുഷ്യർ ഹല്ലേലൂയ ആമേൻ ആമേൻ മരിക്കുന്നത് എങ്ങനെയാണ്? ആമേൻ ആമേൻ ഹല്ലേലൂയ രോഗിയായിട്ട് മരിക്കുമല്ലേ? രോഗിയായിട്ട് മരിക്കും. പ്രൈസ് ദി ലോർഡ്. രോഗം എങ്ങനെ വരുന്നു? പാപത്തിൽ നിന്ന് വരുന്നു. പാപം എങ്ങനെ വരുന്നു? മോഹത്തിൽ നിന്ന് വരുന്നു. ദൈവവചനം പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് രോഗിയായിത്തീരുന്നു. രോഗം മുഴുത്തിട്ട് മരണം വരുന്നു. അങ്ങനെ പാപസംബന്ധമായി മരിച്ചിരിക്കുകയാണ്. ജീവനുള്ളവൻ എന്ന് പേരുണ്ട്, പക്ഷെ പാപസംബന്ധമായി മരിച്ചിരിക്കുകയാണ്. അങ്ങനെ മരിച്ച് ചാവാറായിരിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഒരു മനുഷ്യനും വിടുതലില്ല. ആര് വിടുവിക്കും? കർത്താവ് പറയുന്നു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിപ്പാൻ ഓർക്ക. ഹല്ലേലൂയ. രോഗിയായി തീരുമ്പോൾ ആമേൻ മനുഷ്യനെ നമ്മൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്? ആശുപത്രികളിൽ കൊണ്ടുപോകും. ആശുപത്രികളിലെല്ലാം കൊണ്ടുപോയി അവരെല്ലാം ചികിത്സ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ഹല്ലേലൂയ അവരൊക്കെ അവസാനം കൈവിടും. പ്രൈസ് ദി ലോർഡ്. ചെറിയ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അടുത്ത ആശുപത്രിയിൽ പോട്ടെന്ന് പറയും. വലിയ ആശുപത്രിയിൽ, ജില്ലയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോട്ടെന്ന് പറയും. എല്ലാ സ്ഥലത്തും ആമേൻ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് കൈവിടപ്പെടുന്ന ഒരു സമയമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ആ കൈവിടപ്പെടുന്ന സമയത്താണ് അവർ ദൈവത്തെ അന്വേഷിക്കുക. അതുവരെ ലോകപ്രകാരം ലോകത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ലോകത്തിലുള്ള ക്രമീകരണങ്ങളുടെ പുറകെ, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ പുറകെയും വൈദ്യന്മാരുടെ പുറകെയും ആൾക്കാരുടെ ബലയും ആൾബലത്തിൻ്റെയും പണത്തിൻ്റെ ബലത്തിൻ്റെയും ഒക്കെ പുറകെ ഇങ്ങനെ പോയി. എല്ലാവരും കൂടെ ഒതുക്കി അവനെ. എല്ലാവരും ആശുപത്രിക്കാരൊതുക്കും, ആൾക്കാരൊതുക്കും, മരുന്ന് കമ്പനിക്കാരൊതുക്കും. അവസാനം എല്ലാവരും കൈവിടും. ഹല്ലേലൂയ. ചാവാറാവുമ്പോൾ മരിക്കാറാവുമ്പോൾ ചാവാറാവുമ്പോൾ എല്ലാവരും കൈവിടും. അപ്പോഴാണ് യേശുവിൻ്റെ അരികിൽ വരണത്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ അരികിൽ വരും. ആമേൻ. ഇവിടെ വചനം പറയുന്നത് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിപ്പാൻ ഓർക്ക എന്ന ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ആമേൻ അനന്തരം മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ, ചില വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്രകാരം ഒരു മനുഷ്യൻ ജീവനുള്ള ഒരു മനുഷ്യൻ ജീവനുണ്ട്, പക്ഷേ അവൻ മരിച്ചിരിക്കുകയാണ്. പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. അവൻ ചാവാറായിരിക്കുകയാണ്. അവൻ കല്ലറയിൽ ചെന്ന് കൂടിയിരിക്കുകയാണ്. അവൻ്റെ പാർപ്പ് കല്ലറയിലാണ്. മരിച്ചവരെ അടക്കുന്ന സ്ഥലമാണ് കല്ലറ, ശ്മശാന ഭൂമി. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ പൂർണ്ണമായി ചത്തിട്ടില്ല, പൂർണ്ണമായി മരിച്ചിട്ടില്ല, ചാവാറായിരിക്കുകയാണ്. കല്ലറത്തോട്ടത്തിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ അവിടെ
ഇരിക്കുകയാണ്. സ്വോത്രം. ലോകക്കാരെല്ലാം കൈവിട്ടു, ചാർച്ചക്കാർ കൈവിട്ടു, ബന്ധുപത്രാദികൾ കൈവിട്ടു, അയൽക്കാർ കൈവിട്ടു, സ്നേഹിതന്മാരൊക്കെയും കൈവിട്ടു, സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ കൈവിട്ടു. സുഖകാലത്ത് കൂടെ നടന്നവർ, കൂടെ അനുഭവിച്ചവർ, കൂടെ ഭക്ഷിച്ചവർ, കൂടെ പാനം ചെയ്തവർ, കൂടെ തോളിൽ കൈയിട്ടവർ, ആമേൻ, നമ്മുടെ കരം സുഖകാലത്ത് നമ്മളുടെ കരം പിടിച്ചവർ, ഞാൻ നിന്നോടുകൂടി എപ്പോഴും ഉണ്ടാകും, നിന്നെ ഞാൻ സൂക്ഷിക്കും, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവർ മുഴുവനും കൈവിടപ്പെട്ട ഒരു മനുഷ്യൻ ഇപ്പം കല്ലറയ്ക്കലിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം കൈവിടപ്പെടുമ്പോൾ, ഈ ലോകം നമ്മളെ കൈവിടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് പിന്നെ ആമേൻ കൈവിടപ്പെടുന്ന അനുഭവം ഇവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്. നമ്മൾ ആമേൻ ലോകം വിട്ട് പോകുമ്പോഴാണ് കൈവിടപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവം ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള സകല ക്രമീകരണങ്ങളും നമ്മൾ ആശ്രയിക്കുന്ന നമ്മളോട് കൂടെയുള്ള സകലരും കൈവിടുമ്പോൾ ആമേൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കില്ലേ. പക്ഷെ ദൈവവും കൈവിട്ടാൽ പിന്നെ നമ്മൾ ഹല്ലേലൂയ മരിച്ച് അടക്കപ്പെടുവാനിടയിൽ എല്ലാവരും കൈവിടപ്പെടുന്ന സമയമാണ്. ആമേൻ ജീവനുള്ള കാലഘട്ടത്തിൽ നമ്മളെ പലരും കരപിടിച്ച് നടത്തും, പലരും ഒക്കെ നമ്മൾ ചിലരൊക്കെ ചിലപ്പോൾ രക്ഷിക്കുവാൻ നോക്കും. എന്നാൽ ആമേൻ ആമേൻ മരണത്തോടുകൂടെ നമുക്ക് പിടിച്ച് നടക്കുവാൻ പിന്നെ ആർക്കും സാധ്യമല്ല. നമ്മൾ ചാവാറായി പോയാൽ, മരിക്കാറായി പോയാൽ, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും കരം പിടിക്കത്തില്ല. എല്ലാവരും കൈവിടും. അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ സകലരാലും ആമേൻ കൈവിടപ്പെട്ടിട്ടൊരു മനുഷ്യൻ ഇവിടെ ആമേൻ കല്ലറയിൽ പാർക്കുകയാണ്. ആ വചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. യോഹന്നാൻ സുവിശേഷം, മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ചില വചനങ്ങൾ വായിച്ചാലും കർത്താവ് ദാസ് നിർത്തി വായിക്കണം. അവർ കടലിന്റെ അക്കരെ ഗദർദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. മതി. ആമേൻ. പകൽക്കാലത്തിൽ ഹല്ലേലൂയ ആമേൻ ദൈവാത്മാവോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവകാലമാണ്, നമ്മൾ സ്തോത്രം, നമ്മുടെ സുഖകാലമാണ്. ഹല്ലേലൂയ ആമേൻ. ജീവനുള്ളവരെന്ന് നമുക്ക് പേരുണ്ട് അല്ലേ? ഹല്ലേലൂയ. ജീവനുണ്ടെന്ന് പേരുണ്ട്. എന്നാൽ ജീവനുണ്ടെന്ന് പേരുള്ളവൻ, ഹല്ലേലൂയ, മരിച്ചവൻ, ഹല്ലേലൂയ, ചാവാറായവൻ, ഇവിടെ ഒരു മനുഷ്യൻ ആമേൻ കല്ലറകളിൽ ആമേൻ അവസാന കല്ലറകളിൽ ഇനി അല്പം കൂടി ആയുസ്, ഒരല്പജീവൻ കൂടി മാത്രമേ ഉള്ളൂ. ആമേൻ അവനെ കുഴിച്ചിടാൻ ഇനി ഒരല്പജീവൻ കൂടി മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നമ്മളെല്ലാവരും കൈവിടപ്പെടുമ്പോൾ ആരെ നമ്മൾ വിളിക്കും? ദൈവത്തെ വിളിക്കൂല്ലേ? ദൈവത്തിൽ ആശ്രയിക്കും. അതേപോലെ ഇവിടെ കല്ലറകളിൽ ഇരിക്കുന്ന മനുഷ്യൻ എല്ലാവരും കൈവിട്ടു. ആരുമില്ല ഇപ്പോഴും, യാതൊരു ക്രമീകരണവുമില്ല, സ്നേഹിതരില്ല, ആമേൻ കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, സഹായഹസ്തമില്ല, ആരുടെയും സഹായമില്ല, എല്ലാവരുടെയും കൈവിടപ്പെട്ടു. അവൻ ഒടുവിലെ കല്ലറയിൽ ഇരുന്നു കൊണ്ട് ആമേൻ അവൻ്റെ ദൈവത്തോട് നിലവിളിപ്പാനിടയെത്തിരുന്നു. കർത്താവായ യേശുവിനോട് നിലവിളിപ്പാനിടയെത്തിരുന്നു. അവൻ ഹല്ലേലൂയ അവിടെ താഴോട്ടൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് അവൻ ആ കല്ലറയിലിരിക്കുന്ന മനുഷ്യൻ കാടുകളിലേക്ക് ഓടുമെന്നാണ്. ഹല്ലേലൂയ. കാടുകളിലേക്ക് ഓടും. ഈ അധ്യായം ഹല്ലേലൂയ മർക്കോസിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ഹല്ലേലൂയ ലൂക്കോസിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, മത്തായിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ചിന്താവിഷയത്തെ ആസ്വാദക്കി എടുത്തത് മർക്കോസിൽ നിന്ന് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. ആമേൻ. അവിടെ പറയപ്പെടുന്നത് ഈ കല്ലറയിൽ പാർക്കുന്ന മനുഷ്യൻ സകലരാലും കൈവിടപ്പെട്ടിട്ട് അവൻ ആമേൻ ഹല്ലേലൂയ രക്ഷയ്ക്കായിട്ട് ലോകത്തിലേക്ക് ഓടും. മാത്രവുമല്ല അവൻ മലകളിൽ ചെന്ന് അവൻ നിലവിളിക്കും. അവിടെ നിലവിളി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നിലവിളിയാണ്, ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. അവിടെ ഗൂഢാർത്ഥമാണ്. അത് ആ നിലവിളി ഗൂഢാർത്ഥമാണ്. തൻ്റെ ദൈവത്തോട് എല്ലാവരാലും കൈവിടപ്പെട്ടവൻ, എല്ലാവരാലും ഒറ്റപ്പെട്ടവൻ, എല്ലാവരും അപമാനിക്കപ്പെട്ട് തള്ളപ്പെട്ട് ആരാലും സഹായം നഷ്ടപ്പെട്ടവൻ. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ ശവപ്പറമ്പില് ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ യേശുവിനെ വിളിച്ചപേക്ഷിപ്പാൻ ഇടയിത്തീർന്നു. അങ്ങനെ യേശുവിനെ അവൻ വിളിച്ച് അപേക്ഷിച്ചത് കൊണ്ട് ഹല്ലേലൂയ
ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴാണ് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നത്? ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടമാകുമ്പോൾ, എല്ലാ ബന്ധങ്ങളും കൈവിടപ്പെടുമ്പോൾ. ആമേൻ, ആമേൻ. ആരും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ, മറ്റുള്ളവരുടെ കരുതലുകൾ, മറ്റുള്ളവരുടെ കാവൽ, മറ്റുള്ളവരുടെ സംരക്ഷണം, മറ്റുള്ളവരുടെ പരിപാലനം, ആമേൻ, എല്ലാം ഉള്ളപ്പോഴും നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ധനമാഹാത്മ്യമുണ്ട്, പുത്രസമ്പത്തുണ്ട്, ആമേൻ, നമുക്ക് സേട്ടാനുഭവങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കത്തില്ല. എന്നാൽ എല്ലാം കൈവിടുന്ന ഒരു സമയമുണ്ട്. ആരുടെ ജീവിതത്തിൽ എത്ര വലിയ മനുഷ്യരെന്നാലും, എത്ര ധനവാനായിരുന്നാലും, എത്ര ദരിദ്രനായിരുന്നാലും കൈവിടപ്പെടുന്നൊരു സമയമുണ്ട്. ആമേൻ. എല്ലാവരുടെയും ജീവിതത്തിൽ മരണമുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ കൈവിടപ്പെടുന്ന സമയമുണ്ട്. ഇവിടെ എല്ലാറ്റിനും സുഖകാലത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ആരോഗ്യകാലത്തിൽ, മനുഷ്യനായി സുഖകാലത്തിൽ എല്ലാവരും കൂടെയുള്ള മനുഷ്യനാണ്, ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ടിട്ട് ശവപ്പറമ്പിലേക്ക് ഇരിക്കുന്നത്. ആ ശവപ്പറമ്പിൽ ഇരിക്കുമ്പോൾ തൻ്റെ ആ ശൂന്യതയും, തൻ്റെ ഏകാന്തതയും, തൻ്റെ ഒറ്റപ്പെടലുകളും, തനിക്കാരുമില്ലാത്ത അനുഭവവും, എല്ലാവരാലും കൈവിടപ്പെട്ട അനുഭവവും മനസ്സിലാക്കിയിട്ടാണ് ഈ വ്യക്തി ദൈവത്തോട് നിലവിളിപ്പാനിടയിൽ തീർന്നു. എന്നാൽ ആ നിലവിളിച്ചത് നിമിത്തം, ഇവിടെ ആ നിലവിളിച്ച് ആരെയാണ് നിലവിളിച്ചത്? നമ്മുടെ കർത്താവായ യേശുവിനെ നിലവിളിച്ചു ഇടയിൽ തീർന്നു. അങ്ങനെ ഈ ശവപ്പറമ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ നിലവിളി കേട്ട കർത്താവായ യേശു ഈ ശവപ്പറമ്പിൻ്റെ സമീപത്ത് വരുവാനിടയിൽ തീർന്നു. എവിടെയാണ് വന്നത്? ഹല്ലേലൂയ. ഈ ശവപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഗദരദേശത്താണ് കേട്ടോ. ഗദരദേശത്ത് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് 5:1 മുതൽ വായിക്കും. അവൻ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. ആരാ എത്തിയത്? യേശു എത്തി. എത്തിയത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ആത്മാവ്, ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്. തന്നെ ചില നാളുകളായി വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകൾ ലോകത്താരോട് കൂടെ ആയിരുന്നു, ലോകപ്രകാരം ജീവിക്കുകയായിരുന്നു. എന്നാൽ എല്ലാവരും കൈവിടപ്പെട്ടപ്പോൾ അവൻ ഒതുക്കപ്പെട്ടിട്ട് അവൻ ശവപ്പറമ്പിൽ ഇപ്പോൾ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ശവപ്പറമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു തന്നെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. ആയവനെ രക്ഷിപ്പാൻ വേണ്ടിയാകുന്നു കർത്താവ് ഈ ശവപ്പറമ്പ് അന്വേഷിച്ച് ഈ ഗദരദേശത്ത് വരുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒരു ഇടയന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ. ഹല്ലേലൂയ. അതിൽ 1 കാണാതെ പോയാൽ തനിക്കുള്ള 99 വിട്ടേച്ച് ഒന്നിനെ തിരയുന്നത് പോലെ ഈ നല്ല ഇടയനാകുന്ന കർത്താവ് തന്നിൽ ആശ്രയിക്കുന്ന, തങ്കൽ ആശ്രയിക്കുന്ന, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ രക്ഷിപ്പാനായിട്ടാകുന്നു ഈ ഗദരദേശത്ത് വരുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. ഇപ്പം ഗദരദേശത്ത് കടലിൻ്റെ അക്കരെയാണത്. ഗദരദേശത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. എത്തിയപ്പോഴാകുന്നു ഈ ശവപ്പറമ്പിൽ എല്ലാവരും കൈവിടപ്പെട്ട്. ഹല്ലേലൂയ. മനുഷ്യരെല്ലാവരും കൈവിടപ്പെട്ടു. ഹല്ലേലൂയ. സാഹചര്യങ്ങളെല്ലാം കൈവിടപ്പെട്ടു. വൈദ്യന്മാർ കൈവിടപ്പെട്ടു. എല്ലാവരാലും കൈവിടപ്പെട്ടവൻ ഈ ലോകപ്രകാരം ഒരു മനുഷ്യൻ എല്ലാവരാലും കൈവിടപ്പെടുമ്പോൾ എന്ത് ചിന്തിക്കും? ഇനി മരിക്കാം, എനിക്കാരുമില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് ഭാര്യയില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് സ്നേഹിതന്മാരില്ല, എനിക്ക് വൈദ്യന്മാരില്ല, എന്നെ ചികിത്സിപ്പാൻ ആരുമില്ല, എന്നെ സംരക്ഷിപ്പാൻ കെയർ ചെയ്യുവാൻ ആരുമില്ല. ഇനി മരിച്ചാൽ മതി, ഇനി മരിച്ചാൽ മതി. ലോകക്കാരെന്ത് ചിന്തിക്കും? ദൈവമില്ലാത്ത മനുഷ്യനാണെങ്കിൽ ഒന്നുകിൽ കഴുത്തിൽ കുരുക്കിട്ട് പ്ലാവിൽ തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ ആഞ്ഞിലിൽ തൂങ്ങിച്ചാവും. ചിലർ ട്രെയിനിൻ്റെ മുമ്പ് ചാടും, ചിലർ കിണറ്റിൽ ചാടും, ചിലർ വിഷമടിക്കും. ഇനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി. ചിലർ ഹല്ലേലൂയ അങ്ങനെ പലതരത്തിലുള്ള പലതരത്തിൽ ചെയ്യുവാനിടയാ. അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ഇല്ലാത്ത മനുഷ്യൻ്റെ ജീവിതമാണ്. ദൈവമുള്ളവൻ്റെ ജീവിതത്തിൽ എല്ലാവരും കൈവിടുമ്പോൾ കൈവിടാത്ത ഒരു കർത്താവുണ്ട്. അവൻ നമ്മെ ജീവപര്യന്തം ചേർത്തണയ്ക്കുന്നവനാണ്. ലോകക്കാർ കൈവിട്ടാലും ചാർച്ചക്കാർ കൈവിട്ടാലും വൈദ്യന്മാർ കൈവിട്ടാലും നമ്മളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞവൾ, നമ്മെ കരുതാമെന്ന് പറഞ്ഞവർ ആരൊക്കെ കൈവിട്ടാലും നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്.
അവൻ നമ്മളെ ചേർത്തുകൊള്ളും. ആമേൻ. നമ്മുടെ ജീവിതമൊക്കെ പലപ്പോഴായി പലതരത്തിൽ പലരാലും കൈവിടപ്പെട്ടവരാണല്ലേ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഗദരദേശത്ത് ഒരു മനുഷ്യൻ എല്ലാവരാലും കൈവിടപ്പെട്ട് അവൻ പല പ്രാവശ്യവും ചിന്തിച്ചു, മരിക്കാം, ഇനി മരിച്ചു കളയാം, ഏതെങ്കിലും തരത്തിൽ മരിക്കാം. പലരും പലതും ചെയ്യുമ്പോൾ ആമേൻ വിഷമടിച്ച് മരിക്കുമ്പോൾ, ട്രെയിനിൻ്റെ മുമ്പ് ചാടി ആത്മ ചെയ്യുമ്പോൾ, കരണ്ടിൽ ചാടിയാൽ കയറിൽ കുരുക്കിട്ട് മരിക്കുമ്പോൾ, തീ കൊളുത്തി മരിക്കുമ്പോൾ ഇനി കിടന്നിട്ട് കാര്യമില്ല, മരിക്കാം. ആമൻ അങ്ങനെ കരുതിയിട്ട് ആ മനുഷ്യനുണ്ടല്ലോ, ആമൻ കല്ലെടുത്ത് സ്വയം ഇടിക്കും, ഞാൻ നെഞ്ചത്തിടിക്കും, മരിക്കുവാൻ വേണ്ടി മരിക്കുവാൻ ആഗ്രഹിച്ചിട്ട് എല്ലാവരും കൈവിടപ്പെട്ടു. വൈദ്യനില്ല, മരുന്നില്ല, സംരക്ഷകനില്ല, കയറിയവൻ ആരുമില്ല, ആരെയും കാണുന്നില്ല, താൻ ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആമേൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒതുക്കപ്പെട്ട മനുഷ്യൻ ആമേൻ തൻ്റെ സുഖകാലത്തിൽ താൻ മനുഷ്യനായിരുന്ന സമയത്ത്, ആരോഗ്യ ദൃഢകാർത്തനായിരുന്ന സമയത്ത്, തനിക്ക് ചോരയും നീരും ഉണ്ടായിരുന്ന സമയത്ത് സ്നേഹിതന്മാരുണ്ടായിരുന്നു, ചാർച്ചക്കാരുണ്ടായിരുന്നു, ആമേൻ പരസ്പരം ഷെയർ ചെയ്യുവാനും പങ്കിടുവാനും ആളുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വയം മരിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നത്, ആമേൻ സ്വയം മരിക്കുവാന്മാരും തീരുമാനിക്കുന്നത് ആമേൻ ഒരു സാത്താന്യ വ്യാപാരമാണ് കേട്ടോ. സാത്താന്യ വ്യാപാരമാണ് സ്വയം മരിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ആമേൻ. എന്നാൽ ദൈവത്താലുള്ള ദൈവമക്കൾ ആരും സ്വയം മരിക്കുവാൻ തയ്യാറാകത്തില്ല. ജഡത്തെ കൊല്ലുവാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ആരും തയ്യാറാകത്തില്ല. ദൈവവചനം പറയുന്നു, ഒരാത്മാവിൻ്റെ വില ഭൂലോകത്തേക്കാൾ വലുതാണ്. ആയതുകൊണ്ട് നമ്മളെ നശിപ്പിക്കുവാൻ നമുക്ക് അധികാരമില്ല, അധികാരമില്ല. നമ്മളെ തന്നെ കൊല്ലാൻ പാടില്ല. പക്ഷെ ദൈവം ഇല്ലാത്ത മനുഷ്യൻ തങ്ങളെ തന്നെ കൊല്ലും. വിഷമടിക്കുകയോ ആമേൻ തൂങ്ങിച്ചാകുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആമേൻ മാർഗത്തിലൂടെ മരണത്തെ ആമേൻ ജീവിതത്തെ നശിപ്പിക്കുവാനിടയെത്തീരും. ഹല്ലേലൂയ. അങ്ങനെയുള്ള മനുഷ്യനെ ഭരിക്കുന്നത് പിശാചാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള മരിപ്പിക്കുന്ന കൊല്ലുന്ന ഹല്ലേലൂയ ആമേൻ അവസ്ഥയിലേക്ക് കൊണ്ടുചെല്ലുന്ന മരിച്ചു കളയാമെന്ന് പറയുന്ന ചിന്തിക്കുന്ന അനുഭവം സാത്താനാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ ഗദരദേശത്ത് പാർക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒട്ടനവധി ഹല്ലേലൂയ തവണ മരിച്ചു കളയാമെന്ന് ചിന്തിപ്പിച്ചുകൊണ്ട് സാത്താൻ തന്നെ ഭരിക്കുകയാണ് ഇപ്പോൾ. സകലരും കൈവിട്ടു. ഭൂമിയിൽ പാർക്കുന്ന സഹിതന്മാർ സകല ജീവജാലങ്ങൾ മുഴുവനും കൈവിട്ടു. തന്നെ ഇനി ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല, ഒരു യോഗ്യതയുമില്ല, ഒരു ക്വാളിറ്റിയുമില്ല. ഇനി അവൻ എങ്ങനെയെങ്കിലും മരിച്ചാൽ ആമേൻ കുഴിയിലിട്ട് മണ്ണിട്ട് മൂടിയാൽ അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. യാതൊരു ഫലവുമില്ല. എല്ലാവരും കൈവിടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഈ മനുഷ്യനെ ഒട്ടനവധി ആമേൻ പിശാചുക്കൾ അവനെ ബാധിപ്പാനിടയിൽ തീർന്നു. ആമേൻ ഹല്ലേലൂയ. മരണം തന്നെ തൻ്റെ ജീവിതത്തിൽ എന്നും കണ്ടുകൊണ്ട് ശവപ്പറമ്പിലിരിക്കുകയാണ്. എന്നും മരണഭീതി. എന്നാൽ മരിക്കാമെന്ന് ആഗ്രഹിച്ചിട്ട് മരിക്കുന്നില്ല. കല്ലുകൊണ്ട് സാത്താൻ നിരവധി പ്രാവശ്യം നെഞ്ചത്തിടിക്കുകയാണ്, മരിക്കുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലത്തിൽ അവിടെ അഗദരദേശത്ത് ഹല്ലേലൂയ ആമേൻ ഒടുവിൽ എല്ലാം കൈവിടപ്പെട്ടവനാകുന്ന ഈ മനുഷ്യൻ ഹല്ലേലൂയ ശവപ്പറമ്പിൽ ഒട്ടനവധി ആമേൻ പിശാച് സാത്താൻ പിടിവിട്ടിട്ട് സാത്താൻ്റെ വ്യാപാരം പിടിച്ചടക്കിയിട്ട് അവൻ അവിടെ ആമേൻ ദണ്ഡനം അനുഭവിക്കാനായിട്ട് അവിടെ ആമേൻ ശവപ്പറമ്പിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എപ്രകാരമായിരിക്കും നമുക്ക് ഓർത്തു നോക്കാം. ഒരു മനുഷ്യൻ്റെ ജീവിതം ശവപ്പറമ്പിലാണ്. വീടില്ല, കൂടില്ല, ചാർച്ചക്കാരില്ല, സംരക്ഷകരില്ല. ഒരു മനുഷ്യൻ ശവപ്പറമ്പിൽ വസിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം എപ്രകാരം എത്ര ദുസ്സഹമായിരിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഉള്ള പിശാച് മുഴുവൻ അവനെ വ്യാപരിച്ചിരിക്കുകയാണ്, അവനെ പിടിവിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എങ്കിലും അവൻ്റെ ദൃഷ്ടി ഒരു ജീവനുള്ള ദൈവമുണ്ട്. എല്ലാവരും കൈവിട്ടാൽ ആ ദൈവം നമ്മളെ വീണ്ടെടുത്ത് രക്ഷിക്കുമെന്നുള്ള ആ പ്രത്യാശയിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് മലകളിൽ ഓടിച്ചെന്ന്, കാടുകളിലേക്ക് ഓടിച്ചെന്ന്, മലമുകളിൽ ചെന്ന് അവൻ തൻ്റെ ദൈവത്തോട് നിലവിളിക്കുവാനിടയെത്തിയിരുന്നു. ആ ദൈവം ആമേൻ ആയതുകൊണ്ടാണ് ആമേൻ ആ നിലവിളി കേട്ട കർത്താവാണ് ഇവിടെ ഈ ഗദരദേശത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഗദരദേശത്ത് എത്തി അവിടെ ആ വചനം വായിച്ചാലും ആമേൻ ഹല്ലേലൂയ. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ, അശുദ്ധാത്മാവാണ് ഇപ്പം മൊത്തം ആ പുള്ളിയെ ഭരിക്കുന്നത്. ആ മനുഷ്യനെ ഭരിക്കുന്ന അശുദ്ധാത്മാവാണ്. അശുദ്ധാത്മാവ് ആമേ സാത്താൻ എന്താ ചെയ്യുന്നത്? മനുഷ്യനെ കൊല്ലിക്കുക. ആമേ ദൈവം എന്താ ചെയ്യുക? മനുഷ്യനെ ജീവിപ്പിക്കുക. ഹല്ലേലൂയ. മരിച്ചാൽ അവന് ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. മരിച്ചവരെ ജീവിപ്പിക്കുക.
ചാവാറേതിനെ ശക്തീകരിക്കുക. കർത്താവ് ചെയ്യുന്നത്, യേശു ചെയ്യുന്നത്. എന്നാൽ സാത്താൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആമേൻ അരപ്രാണനെയൊക്കെ ഒതുക്കി കൊന്ന് മണ്ണിൻ്റെ അടിയിലാക്കുക. അവനെ കൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സാത്താൻ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ആരും മഹത്വം കൊടുക്കരുത്. അവൻ എങ്ങനെയെങ്കിലും ഒതുക്കി, ദൈവത്തിൻ്റെ മനുഷ്യനെ ഒതുക്കി മണ്ണിൻ്റെ അടിയിലാക്കുക, കൊല്ലിച്ച് നേരത്തെ കൊല്ലിക്കുക. സാത്താൻ്റെ പദ്ധതി എങ്ങനെയെങ്കിലും കൊല്ലുക, എങ്ങനെയെങ്കിലും കിരട്ടി ചാടിയോ ഏതെങ്കിലും രീതിയിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ കല്ലുകൊണ്ട് നെഞ്ചത്തിടിച്ചോ കൊല്ലിക്കുക. സാത്താൻ പിടിച്ചവൻ ഇപ്പം സ്വയം കല്ലുകൊണ്ട് ഇടിക്കുകയാണ് നെഞ്ചത്ത്. ഹല്ലേലൂയ. ചാകുന്നില്ല. അവിടെ ഒരു ദൈവ പദ്ധതിയുണ്ട് കേട്ടോ. അവൻ്റെ മേലൊരു ദൈവ പദ്ധതി ഉണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, എന്നെ ചിന്തിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ വിളിക്കുന്നുണ്ട്. അവൻ ഇടപെടാതെ മലകളിൽ ചെന്ന് വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് മലകളിൽ ചെന്ന് അവൻ നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. തനിക്ക് കഴിയുമ്പോഴൊക്കെ, തനിക്ക് ബോധോദയം വരുന്നപ്പോഴൊക്കെ അവൻ ദൈവത്തോട് വിളിച്ചവൻ. അങ്ങനെയാണ് കർത്താവ് ഇവിടെ വന്നത്. കർത്താവ് വന്നത് വെറുതെ വന്നതല്ല. കർത്താവ് വന്ന് ഇവിടെ ഒരു ചാവാറായി എല്ലാവരും കൂടി ഒതുക്കി മണ്ണിൻ്റെ അടിയിലാക്കാൻ വേണ്ടി ഒരുത്തനെ വെച്ചിരിക്കുകയാണ്, ശവപ്പറമ്പിൽ വെച്ചിരിക്കുന്ന. അവനെ ഉയർത്തുവാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. ഹല്ലേലൂയ. ഏത് സാത്താൻ പിടിച്ചാലും, എത്ര സാത്താന്മാർ ഒരുമിച്ച്, എത്ര പിശാചുക്കൾ അടക്കി വെച്ചാലും, അവനെ കൊല്ലാൻ ശ്രമിച്ചാലും കർത്താവിനെ അനുവദിക്കണം. അവൻ മരിക്കണമെങ്കിൽ, മൺമറഞ്ഞ് പോകണമെങ്കിൽ കർത്താവ് അനുവദിക്കണം. ആമേൻ ആമേൻ. ലോകം ജഡം പിശാച് പിടിച്ച് കെട്ടി ഒതുക്കിയ ആമേൻ ഒരു മനുഷ്യരിപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആമേൻ. യേശു വന്നപ്പോൾ, യേശു ഈ ആമേൻ ഗദരദേശത്ത്, ആമേൻ അതിൻ്റെ 1 മുതൽ വായിച്ചാലും യാസിയെ. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി യേശു ശിഷ്യന്മാരുമായിട്ട്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ ഗദരദേശത്ത്, ആമേൻ കടലിന്റെ അക്കരെയുള്ള ഗദരദേശത്ത് ഇറങ്ങാനിടയിൽ വായിച്ചാലും പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിലായിരുന്നു പാർപ്പായിരുന്നു. കല്ലറകളിൽ നിന്ന് വന്നു. അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞ്, ചങ്ങല കൊണ്ട് അനേകരെ അവനെ കെട്ടി ഒതുക്കിയതാണ്. പലരും അവനോട് കൂടെ ഉണ്ടായിരുന്നവര് ചങ്ങല കൊണ്ടും ഹല്ലേലൂയ ബലങ്ങ് കൊണ്ടും ഒക്കെ അവനെ ബന്ധിച്ചൊതുക്കുവാൻ നോക്കി. പലപ്പോഴും നമ്മളെയൊക്കെ നോക്കിയാലോ, നമ്മളെയൊക്കെ ആരൊക്കെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാമോ? എല്ലാം ഒട്ട് കാര്യങ്ങൾ നമുക്കറിയാം. എത്ര പേർ നമ്മളെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ട്, കെട്ടി ഒതുക്കാൻ വേണ്ടി, മുൻപോട്ട് പോകാതിരിക്കാൻ വേണ്ടി, നന്മകൾ അനുഗ്രഹങ്ങൾ വിടുതൽ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി. എത്ര പേർ ചിന്തിച്ചിരിക്കാം, എത്ര പേർ പ്രവർത്തിച്ചിരിക്കാം. അവനെ അങ്ങനെ വിടാൻ പാടില്ല. അവരെ തടുക്കണം. അവർ മാത്രം നല്ല പിള്ള, അങ്ങനെ വിടാൻ പാടില്ല. എത്ര ദുഷ്ടശക്തികൾ നമുക്ക് നേരെ കെട്ടിയിരിക്കാം. അവൻ്റെ കെട്ടിൽ നിൽക്കുമെന്ന് പലരുമൊക്കെ വിചാരിച്ചിരിക്കാം. നമ്മൾ പലപ്പോഴും കെട്ട് പൊട്ടിച്ചവരല്ലേ ദൈവമക്കളെ. ശിംശോനെ പലപ്പോഴായി കെട്ടി. ദൈവത്തിൻ്റെ മകനാകുന്ന ആമേൻ ദൈവത്തിൻ്റെ ദാസൻ ശിംശോനെ പലപ്പോഴായി കെട്ടി. ശിംശോൻ പല കെട്ടുകളെയും പൊട്ടിച്ചു. ദൈവത്തോടുള്ള മനുഷ്യൻ പല കെട്ടുകളെയും പൊട്ടിച്ചു. ഹല്ലേലൂയ. ദൈവമുള്ള മനുഷ്യൻ ആമേൻ ജാതികൾ, വംശങ്ങൾ, ഭാഷകൾ, ഗോത്രങ്ങൾ, മനുഷ്യൻ കെട്ടിയ കെട്ടുകളെല്ലാം പൊട്ടിച്ചു. അപ്രകാരം ഇവിടെയും ആമേൻ ഈ ഗദരദേശത്ത് ആമേൻ ഭൂതങ്ങളാൽ ബാധിച്ച് ഒതുക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, ലോകക്കാരെല്ലാം ബാധിച്ച് ഒതുക്കപ്പെട്ടിരുന്ന മനുഷ്യൻ അവനെ ചങ്ങല കൊണ്ട് കെട്ടുവാൻ വേണ്ടി അനേകരെ കെട്ടുവാൻ നോക്കി. ഒതുങ്ങിയില്ല. അതിനെ അവൻ പൊട്ടിക്കും. ബലങ്ങുകൊണ്ട് അവനെ ബന്ധിക്കും, അതിനെ ഉരുമി പൊട്ടിക്കും. ലോകക്കാരെ കൊണ്ട് അവരെ കെട്ടാൻ സാധ്യമല്ല. ആമേൻ ദൈവം കെട്ടിയ കെട്ടപ്പെടും. ആമേൻ ഹല്ലേലൂയ. ദൈവം അഴിക്കുവാൻ വേണ്ടി ആമേൻ പദ്ധതിയാണെങ്കിൽ, ഹിതമാണെങ്കിൽ ദൈവം അറിയാതെ ഒരുത്തനും കെട്ടാൻ പറ്റത്തില്ല. നമ്മളെ ഒരുത്തനും കെട്ടാൻ പറ്റത്തില്ല. ഒരുത്തനും നമ്മളെ ചങ്ങല വയ്ക്കാൻ പറ്റത്തില്ല. ഒരുത്തനും നമ്മളെ ഹല്ലേലൂയ വിലങ്ങ് വയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ. ഇവിടെ വായിച്ചാലും അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുവാൻ കഴിയില്ലായിരുന്നു. പലപ്പോഴും അവനെ വിലങ്ങ് കൊണ്ടും ചങ്ങലയും കൊണ്ടും ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു. വിലങ്ങ് ഉരുമി ഒടിച്ചും പൊട്ടിച്ചു. ചങ്ങല വലിച്ചു പൊട്ടിച്ചു. വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞു.
കളഞ്ഞു. ആർക്കും അവനെ ബന്ധിക്കുവാൻ ആർക്കും അവനെ ബന്ധിക്കുവാൻ സാധിച്ചില്ല. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ രാവും പകലും കല്ലറയിലായിരുന്നു കേട്ടോ. മലകളിലും ഇടപെടാതെ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, അവൻ രാവും പകലും എല്ലാവരാലും കൈവിടപ്പെട്ടവൻ. ആമേൻ. ഹല്ലേലൂയ. രാവും പകലും കല്ലറയിലായിരുന്നു. രാത്രിയും പകലും. രാത്രിയുടെ അനുഭവങ്ങളെ നോക്കിക്കേ. ആമേൻ. നമുക്ക് കല്ലറകളിൽ ആരെങ്കിലും ചെന്ന് പാർക്കൂ. രാത്രിയും പകലും ആമേൻ കൈവിടപ്പെട്ടവനാകുന്ന ഈ മനുഷ്യൻ കല്ലറയിലായിരിക്കുകയാണ് ഇപ്പോഴേ. ആമേൻ. അവിടെ യേശു ആമേൻ 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 ഇവിടെ താൻ നിലവിളിച്ചു കൊണ്ടിരുന്ന, താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശു തന്നെ അന്വേഷിച്ച് ആമേൻ ഈ പ്രദേശത്ത് ആലയിലെ ഗദരദേശത്ത് എത്തിയെന്ന് അറിഞ്ഞ ഉടനെ തന്നെ യേശുവിനെ അന്വേഷിപ്പാനിടയായി. യേശുവിൻ്റെ അടിയിൽ താൻ സ്വയം ആമേൻ കല്ലുകൊണ്ട് അടിച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കല്ലെടുത്തു വച്ചിരുന്ന അനുഭവം. കല്ലോട് കൂടെയാണ് യേശുവിൻ്റെ അടുക്കൽ ഓടിച്ചെന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ അടിയിൽ യേശു പടകിറങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് ഓടി വന്ന് കല്ലുമായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. വായിച്ചാലും ദേവസിയെ. വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി പൊട്ടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും പാറകളിലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ ഇടപെടാതെ നിലവിളിച്ചു പ്രാർത്ഥിച്ചു വന്നു. അവന്റെ പ്രാർത്ഥനയുടെ ലോകം വിട്ടവന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് യേശു ഇവിടെ വന്നിരിക്കുന്നത്. തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും നെഞ്ചത്തിടിച്ചും സ്വയം മരിക്കുവാൻ ശ്രമിച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കണം, അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടു. ആമേൻ. യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ട്. നമ്മളൊക്കെ യേശുവിനെ ദൂരത്ത് വെച്ചാണ് കാണുന്നത്. നമ്മൾ കാണുന്ന ആത്മാവിലാണ് കാണുന്നത്, കാഴ്ചയാലല്ല. ആമേ. ദൃഷ്ടിയാലല്ല, ആത്മാവിൽ വിശ്വാസത്താലത്രേ കാണുന്നത്. അവിടെ ഈ മനുഷ്യൻ കർത്താവിനെ ആത്മാവിൽ കാണുകയായിരുന്നു. അവൻ ദൂരത്ത് വച്ച് യേശുവിനെ കണ്ടു. താൻ പ്രത്യാശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ യേശു ഇപ്പോൾ തൻ്റെ രക്ഷിപ്പാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അവൻ ദൂരത്ത് വച്ച് യേശു പടകിറങ്ങി ഉടനെ എൻ്റെ ദൂരത്ത് വെച്ച് കണ്ടിട്ട് ബോധബാധിതൻ, ഹല്ലേലൂയ, എല്ലാവരായാലും കൈവിടപ്പെട്ടവൻ, മരണത്തിൻ്റെ വക്കിലേക്ക് ചാവാറായിരിക്കുന്ന ഈ വ്യക്തി യേശുവിനെ അടിയിലേക്ക് ഓടിയെത്തുവാനിടയെ തീർന്നു. ഹല്ലേലൂയ. തുടർന്ന് വായിച്ചാലും അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. നോക്കിക്കേ, യേശുവിനെ ചെന്ന് നമസ്കരിച്ചു. യേശുവിനെ പ്രാർത്ഥിച്ചു വരികയായിരുന്നു. യേശുവിനെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞത് അവൻ ഉറക്കെ നിലവിളിച്ചു. യേശു അവൻ വിളിച്ചതാണ്. ആമേൻ. അവൻ വിളിച്ചത് അവൻ്റെ വായ് കൊണ്ട് വിളിച്ചതാണ്. യേശു ഒരു സമയത്ത് ഹല്ലേലൂയ ലോകം മുഴുവനും മതിയായിരുന്നു, ലോകക്കാരൊക്കെ മതിയായിരുന്നു, ലോകത്തിലുള്ള സകല ബന്ധവും മതിയായിരുന്നു, മാനുഷികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മതിയായിരുന്നു, ആശുപത്രി മതിയായിരുന്നു, വൈദ്യന്മാർ മതിയായിരുന്നു, ഡോക്ടർമാർ മതിയായിരുന്നു, സകല സ്നേഹിതന്മാർ, സകല ഫ്രണ്ട്ഷിപ്പും എല്ലാവരും മതിയായിരുന്നു. ഇപ്പോൾ ആമേൻ യേശുവിനെ അവരെല്ലാം കൈവിട്ടപ്പോഴാണ് ഇവിടെ യേശുവിനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ യേശു ഇവിടെ വന്നു കേട്ടോ. യേശു വന്നപ്പോൾ യേശുവിനോട് യേശുവേ എന്ന് വിളിക്കുകയാണ്. മഹോന്നത ദൈവത്തിൻ്റെ പുത്ര എന്ന് വിളിച്ചു. യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. അവൻ യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് നന്നായി അറിയാം കേട്ടോ. ഈ മനുഷ്യന് നന്നായി അറിയാം. ഹല്ലേലൂയ. യേശു ദൈവത്തിന്റെ പുത്രനാകുന്നുവെന്ന്, അവൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ അവതരിച്ചുവെന്ന് നന്നായി അറിയാം. അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനവും ശാപമോക്ഷവും സകല വിടുതലുകളും ഉണ്ടെന്ന് നന്നായി അറിയാം. അവൻ പറയുകയാണ്, ആമേൻ, അല്ലയോ ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുവേ, നീ എന്തിനാ അവിടെ വന്നത്? നീ എന്തിനാ വന്നത്? സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കുവാനാണോ വന്നത്? ഹല്ലേലൂയ. സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കുവാനാണോ വന്നത്? ആമേൻ. അങ്ങനെ പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ യേശു ഈ സ്ഥലത്ത് എത്തുന്നത് വരെ രക്ഷകനാകുന്ന, പാപമോചനവും പാപപരിഹാരവും നൽകുന്ന, രക്ഷിക്കുന്ന യേശു ലോകത്തിൽ വരുന്നത് വരെ അവൻ്റെ ജീവിതത്തിൽ ദണ്ഡനമായിരുന്നു. സകലരാലും ദണ്ഡനം. ആമേൻ. നമ്മൾ പ്രതീക്ഷിച്ച സകലരാലും ദണ്ഡനം. ആമേൻ. ആരെയൊക്കെ നമ്മൾ ആശ്രയിച്ചിട്ടോ അവരാലാണ് ദണ്ഡനം.
അങ്ങനെ ദണ്ഡിക്കപ്പെട്ടു, ഒതുക്കപ്പെട്ടു, ഹല്ലേലൂയ, കൈവിടപ്പെട്ടു. നമ്മളെ കുറെ പേര് ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ ഓടി ഒളിക്കുമല്ലേ? ഒരിക്കൽ ആമേൻ ദാവീദ് ഭക്തൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആമേൻ ദൂരത്ത് പറന്നു ചെന്ന് അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. ദാവീദ് നോക്കിയപ്പോൾ ചുറ്റിലും അവനെ ഉപദ്രവിക്കുന്നവർ, ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും ദാവീദ് ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. ഒരിക്കലും ഇങ്ങനെ പറയാനിടയിൽ തീർന്നു. ആമേൻ. അപ്പോൾ അതേപോലെ അനേകർ ഒതുക്കിയവനാണ് ഈ മനുഷ്യൻ. അനേകര് കെട്ടി ഒതുക്കി ചങ്ങലയും വിലങ്ങുക വെച്ച് ഒതുങ്ങാത്ത ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഒതുങ്ങണമെങ്കിൽ ദൈവം അറിയണം, അല്ലേ? ദൈവം പലരും അങ്ങനെ ഒതുക്കാൻ വേണ്ടിയൊക്കെ നോക്കും. അങ്ങനെ ഒന്നും എളുപ്പത്തിലൊന്നും ഒതുങ്ങുന്ന സാധനങ്ങളോ അല്ല ദൈവമക്കള്. ദൈവത്തോട് കൂടെ ഉണ്ടോ ഒറ്റ മനുഷ്യൻ ഒതുക്കിയാലും ഒതുങ്ങത്തില്ല. പലരും നോക്ക് ഒതുക്കാമെന്ന്. ഹല്ലേലൂയ. ഓ ശബരബലവസിയ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആമേൻ, ആമേൻ. യേശു ഇവിടെ വന്നിരിക്കുകയാണ്. യേശു ചോദിച്ചു, ആമേൻ, എന്തിനു വായിച്ചാലും ദിവസിയെ? യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ആമേൻ, മഹോന്നതനായ ദൈവത്തിന്റെ, സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ മഹോന്നതനാകുന്ന ദൈവത്തിന്റെ പുത്ര എന്നാകുന്നു വിളിച്ചത്. എനിക്ക് നിനക്കും തമ്മിൽ എന്ത്? ആമേൻ. സമയത്തിന് മുമ്പേ ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചു. എന്നെ ദണ്ഡിപ്പിക്കരുതേ. ലോകം മുഴുവൻ എന്നെ ദണ്ഡിപ്പിച്ചു. നീയും വന്നത് സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിച്ച് പാതാളത്തിലേക്ക്, നരകത്തിലേക്ക് അയക്കുവാനാണോ നീ വന്നത് എന്ന് തെറ്റിദ്ധരിച്ചു പോവുകയാണ് ഈ മനുഷ്യൻ. ലോകത്തിന്റെ അനുഭവം അങ്ങനെയായിരുന്നു. മുഴുവൻ പേരുടെയും ദണ്ഡനം, മുഴുവൻ പേരെയും ഉപദ്രവം, മുഴുവൻ പേരും ഉപദ്രവിച്ച് ഒതുക്കി അവൻ്റെ ആയുസ്, നല്ല ആയുസ്, അവൻ മനുഷ്യനായി സുഖകാലത്ത് ആയുസ്സോടെ ആരോഗ്യത്തോടു കൂടെ ജീവിച്ച കാലത്ത് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അവൻ്റെ നന്മകളും വിടുതെല്ലാം അനുഭവിച്ചു. എല്ലാവരും ഇപ്പോൾ അവൻ ഹല്ലേലൂയ ഒരല്പം ക്ഷീണിച്ചപ്പോൾ അവനെ ഉപേക്ഷിച്ചു, കൈവിടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവനെ ഇനി ചില നിമിഷങ്ങളെ അവനുള്ളൂ. പക്ഷേ ആ നിമിഷങ്ങൾ വലിയ ധന്യമാകുന്ന നിമിഷങ്ങളാണ് കേട്ടോ. വിലയേറിയ നിമിഷമാണ് കേട്ടോ. ഇവിടെ കർത്താവ് വന്നിരിക്കുകയാണ്. കർത്താവ് വന്ന് എന്താ പറഞ്ഞു? വായിച്ചാലും ദിവസം വായിച്ചാലും അശുദ്ധാത്മാവ്. യേശു പറഞ്ഞു, ആമേൻ. യേശു അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ ഇപ്പൊ ഭരിക്കുന്ന അശുദ്ധാത്മാവ്, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരിക്കുന്നു. മതി. സ്തോത്രം. അവിടെ യേശു പറഞ്ഞ കാര്യം, അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പോക എന്ന് അവൻ കൽപ്പിച്ചിരുന്നു. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. എന്തു പറഞ്ഞാൽ അവൻ കൽപ്പിച്ചിരുന്നു. ഇന്നലെ കൽപ്പിച്ചത്, ഇപ്പോൾ വന്നപ്പോഴല്ല കൽപ്പിച്ചത് കേട്ടോ. ഇന്നലെ കൽപ്പിച്ചവൻ, ഇന്നലെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട്, യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൽപ്പിച്ചു. ഇന്ന് അമേൻ ഹല്ലേലൂയ. ഈ മനുഷ്യൻ, ഈ കല്ലറയിലിരിക്കുന്ന മനുഷ്യൻ, കൈവിടപ്പെട്ട മനുഷ്യൻ, എല്ലാവരാലും കൈവിടപ്പെട്ട മനുഷ്യൻ കല്ലറയിലിരുന്ന് ദീർഘനാളായി മലകളിലേക്ക് ഓടി അവിടെ നിലവിളിച്ചു വരികയാണ്, കാടുകളിലേക്ക് ഓടി നിലവിളിച്ചു വരികയാണ്. ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമാണ് ആമേൻ കർത്താവ് അവിടെ വെച്ച്, ദൂരത്ത് വെച്ച് കേട്ടു തൻ്റെ പ്രാർത്ഥന. അവൻ ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞു, ആമേൻ, ഈ രോഗിയെ സൗഖ്യമാക്കുവാൻ കടന്നു വരുന്നതിന് മുമ്പേ ഇന്നലെ തലേദിവസം യേശു ഒരുങ്ങി. ആമേൻ. ഇന്നലെ തന്നെ പറഞ്ഞു, ഒരു മനുഷ്യൻ, ഗദരദേശത്തുള്ള ഒരു മനുഷ്യൻ എന്നെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. അവൻ്റെ പാർപ്പ്, അവൻ എല്ലാവരാലും കൈവിടപ്പെട്ട്, ആമേൻ, അവൻ്റെ പാർപ്പ് ഇപ്പോൾ ശവപ്പറമ്പിലാണ്. അവനെ വിടുവിക്കണം, അവനെ പുറത്തു കൊണ്ടുവരണം. അതിനായിട്ട് തലേദിവസം കർത്താവ് ഒരുങ്ങി കേട്ടോ. കർത്താവ് തലേദിവസം തന്നെ ഇവനെ ഭരിക്കുന്ന പിശാചുക്കളെ കണ്ടു. ഒട്ടനവധി പിശാചുക്കൾ അവനെ ഭരിക്കുന്നതായി കണ്ടു. ആമേൻ. ഒരു ലഘ്യവും സൈന്യം അവനെ ഭരിക്കുന്നതായി കണ്ടു. അവന് ആ വ്യാധികളെ തലേദിവസം തന്നെ കർത്താവ് ശാസിച്ചു. ആമേൻ. ദുരാത്മാക്കളോട് ആ മനുഷ്യനെ വിട്ടു പോകുവാൻ തലേ ദിവസമേ കൽപ്പിച്ചു. അവൻ കൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴിവിടെ യേശു നേരിട്ട് വന്നിരിക്കുകയാണ്. ക്രിസ്തുവോട് നേരിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നേരിട്ട് നേരത്തെ ഇടപെടുന്നവൻ, ഇന്നലകളിൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഇടപെടും. ഹല്ലേലൂയ. ഇവിടെ നേരിട്ട് അവൻ യേശു ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. യേശു ഇറങ്ങി വന്നിരിക്കുകയാണ് ഇവിടെ. അവനെ സൗഖ്യമാക്കുവാൻ ഇറങ്ങി വന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചാലും അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേര് കൽപ്പിച്ചത് യേശു നേരത്തെ കൽപ്പിച്ചിരുന്നു. ആമേൻ. ആമേൻ.
നിന്റെ പേരെന്ത്? ആമേൻ. പിന്നെയും ഈ മനുഷ്യനോട് ചോദിച്ചു, നിന്റെ പേരെന്തെന്ന് ചോദിച്ചു. എന്ന് അവനോട് ചോദിച്ചത്. അതുവരെ പോയിട്ടില്ല, അശുദ്ധാത്മ പോയിട്ടില്ല. യേശുവിനെ കണ്ടപ്പോൾ തന്നെ സാത്താനൊക്കെ പോകാൻ വേണ്ടി തീരുമാനം എടുത്തു കേട്ടോ. യേശു കണ്ടപ്പോഴ് ആമേൻ ദൈവാത്മാവില് ആമേൻ ജനിച്ചവൻ ദൈവപുത്രൻ ഇറങ്ങി വന്ന് നേരിട്ട് നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ ആമേൻ അശുദ്ധാത്മാവ് അതുവരെ കൽപ്പിച്ചെങ്കിലും പോയില്ല, കൽപ്പിച്ച് ഇരിക്കുന്നതേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ. അപ്പൊ യേശു ചോദിച്ചു, നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചത്. എന്റെ പേര് ലഗ്യോൻ. ഞങ്ങൾ പലരാകുന്നു, അനേകരാകുന്നു. 2000 പേരുണ്ട്. 2000 ഭൂതങ്ങളാണ് ഇപ്പോഴ് ആമേൻ ഈ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ലോകക്കാർ മുഴുവനും നശിപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്നേഹിതന്മാര്, ചാർച്ചക്കാര്, ഭൂസീമവാസികള്, ആമേൻ ബന്ധപ്പെട്ട് നടന്ന എല്ലാവരും നശിപ്പിച്ചു. തൻ്റെ ആയുസിനെ മുഴുവനും അവർ അപകരിച്ചു. അതൊക്കെ തീർന്നപ്പോൾ ആശുപത്രിയിൽ പോയി വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ആശുപത്രി ചെന്നപ്പോൾ ആമേൻ അവിടെ ഓരോ പിശാചുക്കൾ കമ്പ്യൂട്ടറുകൾ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. കമ്പ്യൂട്ടറുകൾ വെച്ച് ഇത്ര ലക്ഷം അവിടെയാടാ, ഇത്ര ലക്ഷം ഇവിടെയാടാ, എന്നാലും എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഹല്ലേലൂയ. കമ്പ്യൂട്ടർ വെച്ച് നിങ്ങളാരും ഹോസ്പിറ്റലിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ വലിയ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി, ഹൃദയ ശസ്ത്രക്രിയകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലുള്ള വലിയ വലിയ ശസ്ത്രക്രിയകൾ ചെയ്യാൻ വേണ്ടി ആമേൻ വലിയ പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ചെന്നാൽ അറിയാം, അവിടെ കമ്പ്യൂട്ടറിലും വെച്ചുകൊണ്ട് ഓരോ സാത്താന്മാർ അവിടെ ഇരിപ്പുണ്ട്. അവർ ആമേൻ ഇത്ര ലക്ഷം അടാ, ഈ കമ്പ്യൂട്ടറിലാടാ, അപ്പം നിന്നെ ചികിത്സിക്കാം. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ സ്വോത്രം. ആമേൻ അവരുടെ പണം മൊത്തം അപകരിച്ചിട്ട് ആമേൻ ഒരു ജീവച്ചവൻ പോലെ അവരോട് വലിയ കൈവിടും. എനിക്കിനി ഇവിടെ സാധിക്കത്തില്ല. ആമേ ഹോസ്പിറ്റലുകളെല്ലാം അവസാനം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും. മെഡിക്കൽ കോളേജുകാർ ഇനി ഇത് തന്നെ പറയും, നമുക്കിനി സാധ്യമല്ല, ഇനി ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്ക്, വിടുതലല്ല വേണമെങ്കിലെന്ന് പറഞ്ഞ് അവരങ്ങ് വിടും, കൈവഴി. അങ്ങനെ കൈവഴിഞ്ഞ മനുഷ്യനാണ് എല്ലാവരും. ആരും കൈവിടപ്പെട്ടവൻ. ആമേ കൈവിടപ്പെട്ടപ്പോൾ ഹല്ലേലൂയ. ആമേൻ. എന്താ വായിച്ചത് ദേവസിയെ? എന്റെ പേര് ലഗ്യോൻ. നമ്മെ കൈവിടപ്പെട്ടപ്പോൾ മനുഷ്യനെല്ലാം കൈവിടപ്പെട്ടവൻ 1 കോടി 2000 വിജായികൾ കയറി ബാധിച്ച് ഇനി എങ്ങനെയും ചാവാൻ വേണ്ടി, കൊല്ലിക്കാൻ വേണ്ടി. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാൻ യേശുവിനോട് സാത്താൻ പറഞ്ഞത് കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ലേ, സാത്താനാണ് യേശുവിനോട് സംസാരിച്ചിട്ട് വന്നോടനെ തന്നെ. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നു, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ആമേൻ പാതാളത്തിലേക്ക് അയക്കരുത്, ഇപ്പോൾ അയക്കരുത്, സമയമായിട്ടില്ല, അത് പിന്നെ നമുക്ക് അയച്ചോളാം. അവിടെ മലയിൽ ഒരു പന്നിക്കൂട്ടം മേഞ്ഞോണ്ട് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു പന്നിക്കൂട്ടം മേഞ്ഞോട്ടിപ്പുണ്ട്. ആ പന്നികളിലേക്ക് അയച്ചാൽ മതി, തൽക്കാലം നമ്മുടെ പാതാളത്തിലെ അയക്കേണ്ടെന്ന് ഒരു റിക്വസ്റ്റ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപ്പനന്യൂവിൻ്റെ ചച്ചവക്കാട് ദൈവസഭയിൽ ചെറിയൊരു ആട്ടിൻകൂട്ടമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ സമീപസ്ഥ പ്രദേശങ്ങളിലൊക്കെ വലിയ പന്നിക്കൂട്ടങ്ങളുണ്ട് കേട്ടോ. അടുത്ത മലകളിൽ പന്നിക്കൂട്ടങ്ങളുണ്ട്. ആ പന്നിക്കൂട്ടങ്ങളിൽ ഞങ്ങൾ കയറിക്കൊള്ളാം, അവിടെ നമ്മൾ വസിച്ചോളാം. ആമേൻ ഹല്ലേലൂയ. നിത്യദണ്ഡനത്തിന് ഏൽപ്പിക്കും വരെ അവിടെ വസിച്ചുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് അങ്ങനെ അങ്ങനെ യേശു പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞ് അവരെ പന്നിക്കൂട്ടത്തിൽ ആ സാത്താന്മാർ മുഴുവനും 2000 പേര് ആമേൻ അവിടെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അവിടെ എന്താ വായിച്ചത്? ഞങ്ങൾ ഒട്ടനവധി പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? വായിച്ചാലും എന്താ വായിച്ചാലും? യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണേ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാമെന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു. അവൻ ഉത്തരം പറഞ്ഞു, നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുന്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പുമുട്ടി ചത്തു. ഏകദേശം 2000 ആയിരുന്നു. ഏകദേശം 2000 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. 2000 ഭൂതങ്ങളും അടുത്തുള്ള പന്നിക്കൂട്ടത്തിൽ കടന്നിട്ട് പന്നിക്കൂട്ടം ആമേൻ കടലിലേക്ക് നിത്യനരകത്തിലേക്ക് പോയി ചത്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിത്യനരകത്തിലേക്ക് ചത്തു. പന്നിക്കൂട്ടം പോകുന്നത് നരകത്തിലേക്ക്. ഏതെങ്കിലും പന്നി രക്ഷപ്പെട്ടോ ദൈവമക്കളെ? ആടുകളെ രക്ഷപ്പെടത്തുള്ളൂ. ദൈവശബ്ദം കേൾക്കുന്ന ആട് മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. പന്നി രക്ഷപ്പെടത്തില്ല. പന്നി ഒരിക്കലും മുകളിലോട്ട് നോക്കത്തില്ല. പന്നിയുടെ മുമ്പിലും ദൈവമുണ്ട്. പന്നിയെയും ദൈവം സൃഷ്ടിച്ചതാണ്, ആട്ടിനെയും ദൈവം സൃഷ്ടിച്ചതാണ്. ആട്ടിൻകൂട്ടത്തിന് മുമ്പ് ആട്ടിടയനുണ്ട്, ഒരു നല്ല ഇടയനുണ്ട്. പന്നികളെ മേയ്ക്കുന്ന ഇടയൻ
ഹല്ലേലൂയ, പന്നികളിലെ മേയ്ക്കുന്ന ഇടയനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പന്നികൾ അവിടെ വായിച്ചാലും തുറന്ന് വായിച്ചാലും യെസ്. അവൻ അവനോട് അപേക്ഷിച്ചു അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കടുംതൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞു വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യേശു വന്ന് ഹല്ലേലൂയ ആമേൻ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത്, ഭൂതങ്ങളിൽ നിന്ന് വിടുവിച്ചത്, മനുഷ്യനെ വിടുവിച്ചത്. ആമേൻ. പന്നി മേയ്ക്കുന്നവർ ഇഷ്ടപ്പെട്ടില്ല. പന്നി മേയ്ക്കാൻ അവിടെ യേശു ആമേൻ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയത് ആമേൻ പട്ടണങ്ങളിൽ ചെന്ന് അറിയിച്ചാറേ പട്ടണമൊക്കെ ഇളകി വന്നു. അവിടെയുള്ള പള്ളിക്കാരും ആമേൻ പന്നി മേയ്പ്പുകാരൊക്കെയും പുറപ്പെട്ടു വന്നു. യേശുവിനോടൊന്ന് ഈ അതിര് വിട്ട് പോകണമെന്ന് പറഞ്ഞ് യേശു ഇനി ആമേൻ പ്രദേശത്തുണ്ടെങ്കിൽ ആമേൻ സകല ഭൂതങ്ങളെയും ഭൂതഗ്രസ്തരിൽ നിന്ന് വിടുവിക്കും, രോഗികളെ സൗഖ്യമാക്കും. ആമേൻ നാനാ വ്യാധികൾ വലയുന്നവരെ ദൈവം കർത്താവ് വിടുവിക്കും. അങ്ങനെ വിടുവിച്ചാൽ പിന്നെ വൈദ്യന്മാർക്ക് അവിടെ സ്ഥാനമില്ല, വൈദ്യനില്ല. യേശു എല്ലാവരെയും വിടുവിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഹല്ലേലൂയ യേശുവിനോടത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ അതിര് പോകണമെന്ന് പറഞ്ഞു. കുറേ പേര് ആദായ സൂത്രമാക്കി ആമേൻ ലോകത്തെ ജനത്തെ നയിക്കുന്നവരുണ്ട്. അവരെ കൂടി പറഞ്ഞു യേശു ഈ അതിര് വിട്ടു പോകണമെന്ന് പറഞ്ഞു. യേശു അങ്ങനെ അതിര് വിട്ടു പോകുവാനിടയിൽ തീർന്നു. ആമേൻ. അതിര് വിട്ട് പോകുന്ന സമയത്ത് ആമേൻ പടകിലേക്ക് കയറിയപ്പോഴുണ്ടല്ലോ ഇവിടെ ഒരു മനുഷ്യൻ വിടുവിക്കപ്പെടുവാനിടയിൽ തീർന്നു. ഈ ഒരു മനുഷ്യനെ കർത്താവ് വിടുവിച്ചു. ഈ ഭൂതഗ്രസ്തനെ അനേകരാല് തള്ളപ്പെട്ട് അപമാനിച്ച് ഒറ്റപ്പെട്ട് എല്ലാവരാലും ആമേൻ തള്ളപ്പെട്ടവനാകുന്ന അല്ലെങ്കിൽ കൈവിടപ്പെട്ടവനാകുന്ന ഈ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഈ ചാവാറായ മനുഷ്യനെ ചില നിമിഷങ്ങൾ കഴിഞ്ഞാൽ അടക്കുമായിരുന്നു. അവൻ മരിച്ചടക്കപ്പെടുമായിരുന്നു. ഒന്നുകിൽ കല്ലുകൊണ്ട് ഇടിച്ചോ അല്ലെങ്കിൽ കിണറ്റി ചാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ അവൻ മരിക്കുമായിരുന്നു. പക്ഷേ ഈ വറായ ശേഷിപ്പിനെ ശക്തീകരിപ്പാൻ യേശു താമേ ഇവിടെ ഈ ഗദരദേശത്ത് വരുവാനിടയിൽ തീർന്നു. യേശു അവനെ സൗഖ്യമാക്കി. യേശു അവനെ വിടുവിച്ചു. അവനെ ബാധിച്ചിരുന്ന ബാധകളിൽ നിന്നെല്ലാം അവൻ വിടുവിക്കപ്പെട്ടവനായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ ഈ വിടുതൽ കണ്ടിട്ട് നാട്ടുപ്രമാണികൾ നടത്തിപ്പുകാരൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ദേശം വിട്ട് പോകണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശു പടക് കയറുമ്പോൾ ഈ മനുഷ്യൻ വിടുവിക്കപ്പെട്ടവനാകുന്ന മനുഷ്യൻ കൂടെ ആമേൻ യേശുവിനോട് കൂടി ഇരിക്കുവാൻ വരട്ടെ എന്ന് യേശുവിനോട് അനുവാദം ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വിടുവിക്കപ്പെട്ട മനുഷ്യൻ യേശുവിനോട് കൂടെ ഹല്ലേലൂയ ഇരിക്കേണ്ടതെന്ന് അനുവാദം ചോദിച്ചു. യേശു പറഞ്ഞു. താഴോട്ടുള്ള വചനം വായിച്ചാലും ആ വചനം ഈ വായിച്ചു ആമേൻ. യേശു പറഞ്ഞു നീ ആമേൻ നിനക്ക് ദൈവം ചെയ്ത വിടുതലുകൾ, നിനക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നീ ചെന്ന് നിൻ്റെ ഭവനത്തിൽ ചെന്ന് നിൻ്റെ ഭവനത്തോട് സംസാരിക്കുക, നിൻ്റെ ചാർച്ചക്കാരോട് ലോകത്തോട് സംസാരിക്കാൻ പറഞ്ഞു, പ്രസംഗിപ്പാൻ പറഞ്ഞു. അവൻ പോയി ദേശമൊക്കെയും യേശു തനിക്ക് ചെയ്ത നന്മകളെ കുറിച്ച് പ്രസംഗിപ്പാൻ. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. യേശു അവനോട് അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും അവന് ദൈവം ചെയ്ത വിടുതലുകൾ, നന്മകൾ, തന്നെ ഭൂതത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നൊക്കെ വിടുവിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവൻ ഘോഷിച്ചു തുടങ്ങി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ ഹല്ലേലൂയ ഇപ്രകാരം ലോകപ്രകാരം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പലതരത്തിലാണ് നമ്മുടെ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് ഒറ്റപ്പെടലുകൾ. നമ്മളൊക്കെ ആരൊക്കെയുണ്ട് സംരക്ഷിക്കുക, നമ്മളെ കരുതുവാൻ ആരുണ്ട്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവമല്ലാതെ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ യാചന കേൾക്കുവാൻ വൈദ്യന്മാരുണ്ടോ? ലോകമുണ്ടോ? ലോകക്കാരുണ്ടോ? സ്നേഹിതന്മാരുണ്ടോ? ചാർച്ചക്കാരുണ്ടോ? നല്ല കാലത്തിൽ നമ്മളോട് കൂടെ നടന്നവരാരെങ്കിലും ഉണ്ടോ? സ്നേഹിതന്മാരുണ്ടോ? എല്ലാവരും നമ്മൾ കൈവിടപ്പെടും. എന്നാൽ ആമേൻ പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ നമ്മളെ കൈവിട്ടാലും, ലോകം നമ്മളെ കൈവിട്ടാലും, ലോകത്തുള്ള സാഹചര്യങ്ങളൊക്കെയും കൈവിട്ടാലും, ലോകത്തുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മളെ കൈവിട്ടാലും, വൈദ്യശാസ്ത്രം കൈവിട്ടാലും, മെഡിക്കൽ കോളേജ് കൈവിട്ടാലും, പ്രൈസ് ദി ലോർഡ്, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളി. ആമേൻ. രോഗശയ്യയിൽ അവിടെയും ഇല്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളി, യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ
സ്ഥാനത്ത്. ഇനി മരണം തന്നെ, സ്വയം മരിക്കാം എന്ന് കരുതി കല്ലെടുത്ത് മാറത്ത് ഇടിച്ചു കൊണ്ടിരുന്ന നാളുകൾ പലത് കടന്നുപോയി. എങ്കിൽ യേശുവിനെ വിളിപ്പാനിടയായതുകൊണ്ട് യേശു കടന്നു വന്നു. ആമേൻ. അവനെ, ഈ മനുഷ്യനെ, ഈ ഗദരദേശത്ത് പാർക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാനിടയിൽ തീർന്നു. യേശു അവനെ രക്ഷിച്ചു. ആമേൻ. ഹല്ലേലൂയ. അവൻ്റെ ബാധകളിൽ നിന്നെല്ലാം അവനെ വിടുവിച്ചു. അവൻ്റെ രോഗത്തിൽ നിന്നും ഭാരത്തിൽ നിന്നെല്ലാം അവനെ വിടുവിച്ചു. അവൻ രക്ഷിപ്പാനിടയിൽ തീർന്നു. യേശു പറഞ്ഞു, ഒടുവിൽ അവൻ യേശുവിനോട് കൂടെ ഇരിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു. യേശുവിനോട് വരണമെന്ന് അപേക്ഷിച്ചു. ചെല്ലാൻ അവൻ അപേക്ഷിച്ചു. എന്നാൽ യേശു അവൻ്റെ വെച്ച് നിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. നിൻ്റെ വീട്ടിൽ പോയി നിനക്ക് ദൈവം ചെയ്ത രക്ഷയെ, കരുണയെ, ദൈവം കാണിച്ച കരുണയെ നീ ഘോഷിക്കാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവേ, ഞങ്ങൾ സഭയെ സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്യണം. ഇന്ന് പകൽക്കാലത്തിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു. ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിലൂടെ ഞങ്ങൾ വായിച്ചു, നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. ചാവറായ ശേഷിപ്പളി ശക്തീകരിപ്പാൻ ഓർക്കാം. അതെ, ലോകത്തിൽ ആമേൻ ജീവനുള്ള കാലത്ത് എല്ലാവരും നമ്മളോട് കൂടെ ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളോട് കൂടെ ഇല്ല. ചാവാറായി കിടന്നാലും ആരുമില്ല. ചാവാറായതിനെ ശക്തീകരിപ്പാൻ ഓർക്കാം. എങ്ങനെ ശക്തീകരിക്കും? ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തീകരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തീകരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ സൗഖ്യമാക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിടുവിക്കുക. ഭൂതബാധയിൽ നിന്നും നാനാവ്യാധികളിൽ നിന്നും യേശു ലോകത്തിൽ വന്നു. നാനാവ്യാധികളിൽ വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഉടന്തർ, ചെകിടർ, അനവധി പേരെ സൗഖ്യമാക്കി. അവൻ സൗഖ്യമാക്കുന്നവനാ. യേശുവിനോട് എത്ര പേർ വിളിച്ചപേക്ഷിക്കും? പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് എത്ര പേർ നിലവിളിക്കും? ലോകമെന്ന് മന്ത്രിമാരോടത്താണ് നിലവിളിക്കുന്നത്. മന്ത്രിമാർ സംരക്ഷിക്കുന്നില്ല, രാഷ്ട്രത്തലവന്മാർ സംരക്ഷിക്കുന്നില്ല. അവരെ കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിൽ അപേക്ഷിക്കുക. അവൻ വിടുവിപ്പാൻ ശക്തനാണെന്ന് പകൽക്കാലത്തിൽ കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ആലോചന കഴിഞ്ഞ ആഴ്ചയിൽ ദൈവാത്മാവ് എനിക്ക് നൽകിയതാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് ചില സാഹചര്യങ്ങൾ നിമിത്തം ഇത് പറയുവാൻ സാധിച്ചില്ല. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവേ, നിങ്ങളുടെ സന്നിധി ഞാൻ നിൻ്റെ ജനത്തിന് കൈമാറുവാനിടയിൽ തീർന്നുവല്ലോ. മാത്രവുമല്ല, ഇന്ന് ഞങ്ങളുടെ സഭയിൽ ആത്മാക്കളൊക്കെ കുറവാണ് എങ്കിൽ തന്നെയും നാളെ സോഷ്യൽ മീഡിയയിലൂടെ ഹല്ലേലൂയ അനേകർ ഈ സന്ദേശം വാച്ച് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ആരെങ്കിലും രോഗത്താലോ ഭാരത്താലോ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ദുരാത്മാക്കളാൽ ദണ്ഡിക്കപ്പെടുന്നുവെങ്കിൽ, വിടിപ്പിക്കപ്പെടുന്ന ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ അവരെ മുഖൊഴുക്കുകയും വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രൈസ് ദി ലോർഡ്. ലോകവും അതിൻ്റെ മുഖം ഒഴിഞ്ഞു പോകും. ദൈവം ചെയ്യുന്നവൻ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ ശക്തീകരിച്ചുവല്ലോ, അങ്ങ് ഞങ്ങളെ വിടുവിച്ചുവല്ലോ. എല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. മാനവമകത്വ പൂഴ്ച എല്ലാം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. കാര്യങ്ങൾ കഥ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഭാരത്താൽ വലഞ്ഞു മനോവേദനയാൽ നിറഞ്ഞു മനം ഉരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനം ഉരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ.